ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ കേരളത്തിൽ ബി.ജെ.പി 3 സീറ്റ് നേടുമെന്ന് പി.സി. ജോർജ് പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ എന്നിവിടങ്ങളിൽ ബി.ജെ.പി വിജയം നേടുമെന്നാണ് പി.സി. ജോർജിന്റെ പ്രവചനം. നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയായി തുടരുമെന്നും 350-ന് മുകളിൽ സീറ്റ് ബി.ജെ.പി നേടുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. അതേസമയം മോദി തുടർ ഭരിക്കുമെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണത്തിന് പിന്നാലെ ചാർ സൗപാർ വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് ബി.ജെ.പി നേതാക്കൾ. ഇടക്കാലത്ത് 400-ന് മുകളിലെന്ന അവകാശവാദം നിർത്തിവെച്ച മോദിയും മറ്റു നേതാക്കളും പ്രചാരണ റാലികളിൽ വീണ്ടും ചർച്ച തുടങ്ങി. ബി.ജെ.പിക്ക് വേണ്ടി പ്രശാന്ത് കിഷോർ നടത്തുന്ന പ്രചാരണമെന്നാണ് ഇന്ത്യ സഖ്യം തിരിച്ചടിക്കുന്നത്. 370 സീറ്റെന്ന ബി.ജെ.പിയുടെ പ്രചാരണം ക്ലിക്കായെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നിരീക്ഷിച്ചത്. 5 ഘട്ടങ്ങൾക്കിടെ ആ ലക്ഷ്യം ബി.ജെ.പി കൈവരിച്ചിരിക്കാമെന്നും മോദി തിരിച്ചെത്തുമെന്നുമാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. അയോധ്യയിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിൽ വരുത്തിയ കാലതാമസം, പ്രധാനമന്ത്രി മുഖമില്ലാതെയുള്ള മത്സരം ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകാമെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആദ്യ 2 ഘട്ടങ്ങളിൽ ചാർ സൗപാർ മുദ്രാവാക്യം ശക്തമാക്കിയിരുന്ന മോദി പോളിംഗ് ശതമാനം കുറയുന്നത് കണ്ടതോടെ ആ പ്രചാരണം പതുക്കെ പിൻവലിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളിലേക്കും തീവ്ര വർഗീയതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 400-നെ കുറിച്ച് മോദി മിണ്ടാതായതോടെ മറ്റ് നേതാക്കളും നിശബ്ദരായി. പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണത്തിന് പിന്നാലെ റാലികളിൽ കഴിഞ്ഞ ദിവസം മുതൽ ചാർ സൗപാർ വീണ്ടും ചർച്ചയായി തുടങ്ങി. മോദിക്കും അമിത്ഷായ്ക്കും പിന്നാലെ യു.പിയിലെ റാലികളിൽ യോഗിയും 400-ന് മുകളിൽ ആവർത്തിച്ചു തുടങ്ങി. 6ഉം 7ഉം ഘട്ടങ്ങൾ കഴിയുന്നതോടെ എൻ.ഡി.എയുടെ സീറ്റുകൾ 400 കടക്കുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. 300-ന് മുകളിൽ സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം. 2014-ൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞ പ്രശാന്ത് കിഷോർ ബി.ജെ.പിക്ക് വേണ്ടി നടത്തുന്ന പ്രചാരണത്തിന് പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്.